വിലാപങ്ങൾ 1-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. കടന്നുപോകുന്നവരെ, നിങ്ങൾക്കിത് നിസ്സാരമാണോ? നോക്കിക്കാണുവിൻ, ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിനു തുല്യമായ കർത്താവ് തന്റെ ഉഗ്രകോപത്തിന്റെ നാളിൽ എന്റെ മേൽ വരുത്തിയ ദുഃഖത്തിനു തുല്യമായ ദുഃഖമുണ്ടോ? ഉന്നതത്തിൽ നിന്ന് അവിടുന്ന് അഗ്നി അയച്ചു, എന്റെ അസ്ഥികളിലേക്ക് അവിടുന്ന് അത് ചൊരിഞ്ഞു. അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വല വിരിച്ചു. അവിടുന്ന് എന്നെ നിലം പതിപ്പിച്ചു. അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചു. ദിവസം മുഴുവനും ഞാൻ ബോധം കെട്ടുകിടന്നു. എന്റെ അകൃത്യങ്ങൾ ഒരു നുഖമായി കെട്ടി. അവിടുത്തെ കരം അവ ഒരുമിച്ച് ചേർത്തു. അവ എന്റെ കഴുത്തിൽ വെച്ചു. എന്റെ ശക്തി അവിടുന്ന് ചോർത്തി കളഞ്ഞു. എനിക്ക് എതിർത്തു നിൽക്കാൻ ആവാത്തവരുടെ കയ്യിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഓർമ്മിക്കുക, ഇത് മറിയത്തിന്റെ കണ്ണീരിൽ കുതിർന്ന വിലാപസ്വരമായി വിശുദ്ധാത്മാക്കൾ ധ്യാനിക്കുന്നു. രക്തസാക്ഷികൾ അവരുടെ പീഡനോപകരണങ്ങളാൽ ചിത്രീകരിക്കപ്പെടുന്നു. പൗലോസ് വാൾ പിടിച്ചു നിൽക്കുന്നു. അന്ത്രയോസ് കുരിശ്, തോമസ് ലീഹ ശൂലം എന്നിങ്ങനെ വഹിക്കുന്നു. മറിയമാകട്ടെ തന്റെ പുത്രന്റെ മൃതശരീരം മടിയിൽ വഹിക്കുന്നവളായി ചിത്രീകരിക്കപ്പെടുന്നു. അവൾ 7 വാളുകളാൽ പിളർക്കപ്പെട്ട ഹൃദയവുമായി നമുക്ക് മുൻപിൽ നിൽക്കുന്നു. പഴയ നിയമത്തിലെ മക്കാബായ സ്ത്രീയെ മറിയത്തിന്റെ പ്രതീകമായി പിതാക്കന്മാർ കാണുന്നു. 7 മക്കളുടെയും മരണം കണ്ട സ്ത്രീ 7 വ്യാകുലങ്ങൾ വഹിക്കുന്ന മറിയത്തെ പ്രതിബിംബിപ്പിക്കുന്നു. മറിയം അനുഭവിച്ച സഹനങ്ങളിൽ ചിലത് നാം ഇവിടെ പരിചിന്തന വിഷയമാക്കുകയാണ്. മറിയം എന്ന വാക്കിന് കയ്പിന്റെ സമുദ്രം എന്നുകൂടി അർത്ഥമുണ്ട്. മംഗളവാർത്ത ഏവർക്കും മംഗളകരമായിരുന്നെങ്കിലും മറിയത്തിന് അതത്ര മംഗളകരമായിരുന്നില്ല. രക്ഷകനെ ഉദരത്തിൽ വഹിച്ച മറിയം അക്കാരണത്താൽ തന്നെ തെറ്റിദ്ധാരണയ്ക്കും സഹനങ്ങൾക്കും വിധേയയായി. ആ സഹനത്തിൽ പുത്രൻ അവളുടെ ഉദരത്തിൽ ഒപ്പമുണ്ടായിരുന്നു. പിന്നീട് ഈശോയുടെ സഹനത്തിൽ മറിയം പങ്കുചേർന്നു. ഇത് ആത്മീയ ജീവിതത്തിന്റെ വലിയ രഹസ്യം വെളിവാക്കുന്നു. നമുക്ക് ഈശോയുടെ സഹനത്തിൽ പങ്കുചേരാൻ കഴിയുന്നതുപോലെ ഈശോയ്ക്ക് നമ്മുടെ സഹനത്തിലും പങ്കുചേരാൻ കഴിയും. ഈ നോമ്പുകാലത്ത് ഈശോയോടുകൂടെ ഈശോയുടെ സഹനത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മെ പൂർണ്ണമായും സമർപ്പിക്കാം. അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഗിരിയുടെ റാണി മേരി, ലോകമക്കളുടെ ദേവമാതേ, ജപമാല ചൊല്ലി പൂമാല ചാർത്തി എന്നും നിൻ തിരുമുമ്പിൽ കുമ്പിടുന്നേ. കന്യാമറിയമേ, കണ്ണീരിൽ നിറഞ്ഞൊരു ജപമാല അവിടുത്തെ തൃപ്പാതെ അർപ്പിക്കുന്നു. കാണണമേ എന്നോട്
ഞങ്ങളുടെ ദുരിതങ്ങൾ